നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ രീതിയിലുള്ള പുകച്ചിലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടീം മാനേജ്മെന്റിന്റെയും ചീഫ് സെലക്ടർമാരുടെയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ മുൻ താരങ്ങൾ ഓരോരുത്തരായി പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി മുൻ ഇന്ത്യൻ നായകനും ചീഫ് സെലക്ടറുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തുടർച്ചയായ പരമ്പര തോൽവികൾക്കിടയിലും കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന്റെ സ്ഥാനം എങ്ങനെ സുരക്ഷിതമായിരിക്കുന്നു എന്ന് ശ്രീകാന്ത് പരസ്യമായി ചോദ്യം ചെയ്തു. 2020 ലോകകപ്പ് ജേതാക്കളായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും മലയാളി താരം സഞ്ജു സാംസണെയും ടീമിൽ നിന്നും നായകസ്ഥാനത്ത് നിന്നും മാറ്റാൻ കാണിച്ച അതേ താൽപര്യവും ആവേശവും ഗംഭീറിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് കാണിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ചിക്കി ചിക്കയിലൂടെയാണ് മുൻ ലോകകപ്പ് ജേതാവായ കൂടിയായ ശ്രീകാന്ത് BCCയുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ കടുത്ത ഭാഷയിൽ പൊട്ടിത്തെറിച്ചത്. അയർലൻഡിനോട് 0-2 നാണംകെട്ട വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും ഇന്ത്യ നാണംകെട്ട പരമ്പര കൈവിട്ടിരിക്കുന്നത്. ലോകകപ്പ് നേടി 2 മാസം തികയുന്നതിന് മുമ്പേ ടീമിനെ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവിനെയും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നറായിരുന്ന സഞ്ജു സാംസണെയും പൂർണ്ണമായി ഒഴിവാക്കിയ മാനേജ്മെന്റ് തന്ത്രത്തെ ശ്രീകാന്ത് രൂക്ഷമായി വിമർശിച്ചു. കൃഷ്ണമാചാരി ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആരാണ് യഥാർത്ഥത്തിൽ അവനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? ഇവിടെ ആരുമില്ല. അവനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെടാൻ BCCയിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. 2 മാസം മുമ്പ് അവൻ മെൻറ്ററായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ജയിപ്പിച്ചു എന്നാണ് അവർ ന്യായീകരണം പറയുന്നത്. എങ്കിൽ ഇതേ ലോകകപ്പ് 2 മാസം മുമ്പ് ഇന്ത്യക്ക് നേടിത്തന്ന സൂര്യകുമാർ യാദവും ജയിച്ചതല്ലേ? എന്നിട്ട് അവനെ എന്തുകൊണ്ട് നായകസ്ഥാനത്ത് നിന്ന് മാറ്റി? ഇവിടെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അളവുകോലാണോ ബോർഡ് ഉപയോഗിക്കുന്നത്? സഞ്ജുവിനെയും സൂര്യയെയും നിങ്ങൾക്ക് അനായാസം മാറ്റാമെങ്കിൽ ടീമിനെ തുടർച്ചയായി തോൽപ്പിക്കുന്ന ഗംഭീറിനെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ BCCI തയ്യാറാകണം. ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുന്ന തുടർച്ചയായ വൻ തകർച്ചകളെയും ശ്രീകാന്ത് അക്കമിട്ട് നിരത്തി. ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക ടീമുകളോട് ഇന്ത്യയെ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റുവാങ്ങിയ ടെസ്റ്റ് വൈറ്റ് വാഷുകളും ശ്രീലങ്കയിലെ നാണംകെട്ട ഏകദിന പരമ്പര തോൽവിയും ഒടുവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യത പോലും ഇന്ത്യക്ക് പൂർണ്ണമായി നഷ്ടമാക്കിയതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത്രയൊക്കെ വലിയ പരാജയങ്ങൾ നേരിട്ടിട്ടും ഗംഭീറിന് യാതൊരു കുലുക്കവുമില്ലെന്ന് ശ്രീകാന്ത് പരിഹസിച്ചു. അവൻ ആരും ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്ന ഒരാളായി ടീമിൽ തുടരുകയാണ്. ഇന്നലെ മത്സരത്തിന് ശേഷവും യാതൊരു ഭയവുമില്ലാതെ സുഖമായി കടലയും തിന്ന് ഇരിക്കുകയായിരുന്നു അവൻ. ടീമിന്റെ ദയനീയ തോൽവികളെക്കുറിച്ച് അവന് യാതൊരുവിധ ആശങ്കയുമില്ല. ഇത്രയുമധികം വൈറ്റ് വാഷുകൾ ചുരുങ്ങിയ കാലയളവിൽ നേരിട്ടിട്ടും അവന്റെ കസേരയ്ക്ക് ഒരു കുലുക്കവുമില്ല. തനിക്കെതിരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന വലിയൊരു ഭാവത്തിലാണ് അവന്റെ സംസാരവും പെരുമാറ്റവും, ശ്രീകാന്ത് തുറന്നടിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 2019 ശേഷം ആദ്യമായാണ് ടീം തുടർച്ചയായി 2 2020 പരമ്പരകൾ കൈവിടുന്നത്. ലോക ചാമ്പ്യന്മാരായിട്ടും ടീം മാനേജ്മെന്റ് നടത്തുന്ന അനാവശ്യ പരീക്ഷണങ്ങളും സഞ്ജു സാംസണിനോടും സൂര്യകുമാർ യാദവിനോടും കാണിക്കുന്ന കടുത്ത അവഗണനയുമാണ് മുൻ താരങ്ങളെപ്പോലും പരസ്യമായി രംഗത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. സഞ്ജുവിനെപ്പോലെയുള്ള സീനിയർ താരങ്ങൾക്ക് വിദേശ പിച്ചുകളിൽ മികച്ച റെക്കോർഡുണ്ടായിട്ടും അവരെ മനഃപൂർവ്വം പുറത്തിരുത്തുകയാണ്. പകരം ടീമിലെത്തിച്ച യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്ന് ഓരോ മത്സരവും തെളിയിക്കുന്നു. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനും കളിക്കാർക്ക് നൽകാൻ ബാറ്റിംഗ് പരിശീലകനായ സിദ്ധാംശു കോട്ടിങ്ങിനോ മുഖ്യ പരിശീലകനായ ഗംഭീറിനോ സാധിക്കുന്നില്ല. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സിനെയാണ് വിദേശ മണ്ണിൽ തകർത്ത് തരിപ്പണമാക്കുന്നത്. കൃഷ്ണമാചാരി ശ്രീകാന്തിനെ പോലെയുള്ള ഒരു മുതിർന്ന ചീഫ് സെലക്ടർ പരസ്യമായി രംഗത്തെത്തിയതോടെ BCCIക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള ചില കളിക്കാരെ മാത്രം ടീമിൽ നിലനിർത്താൻ ഗൗതം ഗംഭീർ വാശി പിടിക്കുന്നു എന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. സൂര്യകുമാർ യാദവിനെ പോലെയുള്ള മികച്ച ഒരു നായകനെ മാറ്റിയതിലൂടെ ഡ്രസ്സിംഗ് റൂമിലെ സമാധാന അന്തരീക്ഷം കൂടിയാണ് മാനേജ്മെന്റ് തകർത്തത്. വരും ദിവസങ്ങളിൽ സബ്രാൻഡിൽ നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിലെങ്കിലും സഞ്ജു സാംസനെ തിരികെ പ്ലെയിൻ 11 ഉൾപ്പെടുത്താൻ കോച്ച് തയ്യാറായില്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഗംഭീർ തയ്യാറാകുമോ അതോ ശ്രീകാന്ത് പറഞ്ഞതുപോലെ യാതൊരു ഭയവുമില്ലാതെ മുന്നോട്ട് പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ അനാവശ്യ വാശികളും പരീക്ഷണങ്ങളും അവസാനിപ്പിക്കാൻ BCCI ഉന്നതതല ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കളിക്കാരെ മാറ്റുന്ന അതേ അളവുകോലിൽ തന്നെ പരിശീലകരുടെ പ്രകടനവും വിലയിരുത്തപ്പെടണം. അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിലും ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടിവരും. പ്രതിഭയും ഫോമുമുള്ള കളിക്കാരെ അർഹിക്കുന്ന ആദരവോടെ ടീമിൽ നിലനിർത്തി ഇന്ത്യൻ ക്രിക്കറ്റിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബോർഡ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്.
ഗൗതം ഗംഭീറിന്റെയും കോച്ചിങ്ങിനെതിരെയും BCCIയുടെ ഇരട്ടത്താപ്പിനെതിരെയും കൃഷ്ണമാചാരി ശ്രീകാന്ത് നടത്തിയ ഈ കടുത്ത പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സൂര്യകുമാർ യാദവിനെയും സഞ്ജു സാംസണെയും മാറ്റി മാനേജ്മെന്റ് തീരുമാനം തെറ്റിപ്പോയോ? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിഷയങ്ങൾക്കായി സ്പോർട്സ് പേജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.